ഹായ്, കോതമംഗലത്തെ പെൺകുട്ടിയുടെ മരണത്തോടനുബന്ധിച്ച് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു. ആക്ച്വലി അത് പലരും ഒന്ന് രണ്ട് കമന്റ്സ് അതിനകത്ത് തോന്നിട്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിലെ കുട്ടിയായിരുന്നു നിങ്ങൾ ഇങ്ങനെ പറയുന്നു. എൻ്റെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ ഇന്റർകാസ്റ്റ് ആണെങ്കിൽ എന്ത് കുന്നാണെങ്കിലും മാരേജ് ഇവിടെ ഇന്റർകാസ്റ്റ് മാരേജ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ അലൗഡ് ചെയ്യണ അക്സെപ്റ്റൻസ് ഉള്ള ഫണ്ട് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്റർകാസ്റ്റ് മാരേജ്. മതേതര രാജ്യത്ത് മതേതര വിവാഹങ്ങൾ വെൽക്കമാണ്. അപ്പം മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് പോയി അല്ലെങ്കിൽ വന്ന മതം മാറ്റാൻ ശ്രമിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നമാണെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം അതൊരു പ്രശ്നമേ അല്ല. നമുക്ക് കുനമ്പായിക്കുളത്തെ കൊച്ചുകുട്ടനെ പറ്റി നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുനമ്പായിക്കുളത്തെ കൊച്ചുകുട്ടൻ അറിയത്തില്ല അല്ലേ? ഷോണണൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. ഒരു കിളിപോയ തന്തയുടെ കിളിപോയ മോൻ ഇരുന്നുകൊണ്ട് എന്തോന്നോ പറയണം. നമുക്കൊന്ന് കേട്ടാലോ? കേൾക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവവികാസങ്ങൾ, കോതമംഗലത്തെ സോണയുടെ മരണം, ഇതൊക്കെ കേരളമേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലവ് ജിഹാദ് ഒരു ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കണമെന്ന് ഭാരതീയ വയ്യാത്തോണ്ടാണ് ഞാൻ ചിരിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ ഘോരഘോരം ചിരിക്കേണ്ട ഒരു അവസരമാണ് ഇത്. അല്ലടാ അപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനത്തിൽ, അതായത് നിർബന്ധിത മതപരിവർത്തനം പ്രശ്നമാക്കണം എന്നാണ് നീ പറയണത്. പള്ളി നിന്റെ തന്ത ശരിയല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനത്തെ മന്ദോത്തരമൊക്കെ വിളിച്ചു പറയണത്. എടാ കൊച്ചിറക്ക, ആദ്യം നിന്നെ പിടിച്ചകത്തിടും. പാർവതി അൽഫോൺസ് അമ്മച്ചിയാക്കി നീ കൊണ്ടുവച്ചിരിക്കുകയല്ലയോ? അതെങ്ങനെയാടാ ശരിയാവുന്നത്? ടാലി ആവുന്നില്ലല്ലോ. പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും നിർബന്ധിത മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു. അതിനുവേണ്ടി പാനായിക്കുളത്ത് ആ പെൺകുട്ടിയെ കൊണ്ട് പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് മൊഴിയുണ്ടായിട്ടും പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കേസെടുക്കാൻ നിയമമില്ല എന്നാണ്. അങ്ങനെ നിയമമില്ല എന്നുണ്ടെങ്കിൽ ആ നിയമം നിർമ്മിക്കുവാൻ, ഇതിനെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുവാൻ കേരള നിയമസഭ നിയമം പാസ്സാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു നിയമം ഇവിടെ ആൾറെഡി ഉണ്ട് തന്നെയാണ്. നിർബന്ധിത മതപരിവർത്തനം ക്രൈം എന്ന് തന്നെയാണ് പറയുന്നത്. ആ കാരണം കൊണ്ട് നിന്നെയാണ് ആദ്യം പിടിച്ചകത്താക്കേണ്ടത്. നീ മതപരിവർത്തനം നടത്തി അവിടെ കൊണ്ട് വെച്ചിരിക്കില്ലേ? നിന്റെ കൊച്ചുങ്ങളെ നീ പരിവർത്തിച്ചില്ലേ? അമ്മയാണടാ അധികാരി, അച്ഛനൊരു സങ്കല്പമാണ്, അമ്മയാണ് യാഥാർത്ഥ്യം. അമ്മ ചൂണ്ടിക്കാട്ടുന്നത് ആരോ അതാണ് അപ്പൻ. അങ്ങനെയാണെങ്കിൽ അല്ലേ വേണ്ട. ഈ വിഷയത്തിൽ ഇന്ന് വരെയുള്ള സമീപനം വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ ലവ് ജിഹാദിന് രാഷ്ട്രീയ പരിരക്ഷ നൽകുന്നു എന്ന് വേണം കരുതാൻ. സത്യമാണോടാ, പിണറായി സർക്കാർ അങ്ങനെ ഒരു സാധനമാണ്, വൃത്തികെട്ട സർക്കാരാണ്. അതുകൊണ്ടാണല്ലോ സ്വന്തം വീട്ടിൽ തന്നെ അങ്ങനെ ഒരു പരിരക്ഷ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ നീ? വീണ ചേച്ചിയുടെ പേര് വീണ ചേച്ചി തന്നെയാ. ഷുഹാനയെന്നോ ശുഭദ്രയെന്നോ സുഹറയെന്നോ സൈനാബ എന്നോ പാത്തുമ എന്നോ ശുലേഖയെന്നോ ഒന്നും പേര് മാറ്റിയിട്ടില്ലല്ലോ. വീണേച്ചി ആയിട്ട് തന്നെ അവിടെ ഉണ്ട്. അങ്ങേരായിട്ട് തന്നെ അവിടെ ഉണ്ട്. അത് നീ കണ്ടില്ലേ? അതാണ് പിണറായി സർക്കാർ അങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത് തെളിവായിട്ട് അവിടെയുണ്ട്. എൻ്റെ വീട്ടിലെ പെണ്ണിന് മാത്രം പാർവതി എന്നുള്ള പേര് മാറ്റി അൽഫോൺസ് അമ്മച്ചിന്നാക്കി. എന്നിട്ടാണ് ഇരുന്ന് വായിത്താളം. അയ്യോ, ആരോട് എവിടെ ചോദിക്കുമ്പോഴും ഇങ്ങനെ ഒരു വാക്ക് നിയമത്തിലില്ല എന്ന് പറയുന്നു. എന്നാൽ എനിക്കും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സത്യം, ഇതൊരു യാഥാർത്ഥ്യമാണ്. എഫ്ഐആറിലോ ഇതുവരെ കോടതികൾ പരിഗണിച്ചിട്ടുള്ള കൂടെ ഇരിക്കുന്ന മണ്ട ശിരോമണികൾക്ക് വിവരമില്ലേ എന്തോ? എടാ പൊട്ടന്മാരെ, ഇവനല്ലേടാ മതം മാറ്റി ആ പെണ്ണിനെ അങ്ങോട്ട്, അതും ഹിന്ദു മതത്തിലുള്ള ഒരു പെണ്ണിനെ അല്ലേടാ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോയത്. ഒരു അച്ഛനെ മിണ്ടാൻ വയ്യേടാ. വാക്ക് ഡിറൈവ് ചെയ്തിട്ടില്ല. ആ വാക്ക് ഇഷ്ടമുള്ള സർക്കാർ തീരുമാനിച്ചോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്കെതിരെ, അതും പ്രണയം നടിച്ച് പെൺകുട്ടികളെ ചളിക്കുഴിയിലാക്കുകയും അവരെ നിർബന്ധിതമായി മതപരിവർത്തന കേന്ദ്രങ്ങളിൽ എത്തിച്ച് മതമാറ്റം നടത്തുകയും ചെയ്യുന്ന നിലപാടിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല, ഇതിനെല്ലാം ഏറ്റവും അധികം നേതൃത്വം കൊടുക്കുന്നത് നമ്മളെല്ലാം രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുള്ള സംഘടനകളുടെ സാന്നിധ്യം പറയുന്നതാണ്. രാജ്യവിരുദ്ധ സംഘടനകൾ എന്ന് പറയുമ്പോൾ, വിരുദ്ധ സംഘടനകൾ എന്ന് പറയുമ്പോൾ രാജ്യത്തെ ഏറ്റവും വിരുദ്ധതയുള്ള ഒരേ ഒരു സംഘടന മാത്രമാണ് ഇന്ന് വേൾഡ് വൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് RSSകാരാണ്. രാജ്യവിരുദ്ധതയെ ഇവരെ കയ്യിലുള്ളൂ. ഇമാതിരി തെണ്ടിത്തരം പറഞ്ഞു പഠിപ്പിച്ചു വിടുന്നവരല്ലേ. ഞാനിത് ആദ്യമേ പറഞ്ഞില്ലേ, ഈ വിഷയത്തിൽ സംതിങ് ഫിഷി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വരാം. അതിനുപയോഗം പറയണമെന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയാൻ തന്നെ പാനായിക്കുളത്തെ ഇത്തരം സംഘടനകളുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. അവർ ഇപ്പോഴും സജീവമായിട്ടുള്ള ഇത്തരം സംഘടനകളുടെ PFI പോലെയുള്ള നിയോജന സംഘടനകളുടെ സാന്നിധ്യം പാനായിക്കുളത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാം. മാത്രമല്ല, പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരന്റെ ബന്ധുക്കൾ മാത്രമല്ല മറ്റു ചിലരും ഈ പെൺകുട്ടിയെ മതം മാറാൻ നിർബന്ധിക്കാൻ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അതിന് മറ്റു ചിലരാണ് അവളെ കല്യാണം കഴിക്കാൻ പോണത്. അവൾ സ്നേഹിച്ച പയ്യനാണ് പറഞ്ഞത് നീ മതം മാറിയേ പറ്റുള്ളൂ. പറ്റൂലെന്ന് അവള് പറഞ്ഞു.
പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ നിന്നെ വീട്ടിൽ കൊണ്ടാക്കുമെന്നു വീട്ടിൽ കൊണ്ടാക്കി. വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്ത പെണ്ണിനെ വെച്ചിട്ട് അവനെ എന്തോന്ന് മൂക്കി പിടിക്കാനാണ്? അവൻ കെട്ടൂല എന്ന് പറഞ്ഞില്ല, അവന് പറ്റൂല എന്ന് പറഞ്ഞില്ല, മതം മാറാൻ പറഞ്ഞു. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാറണം, അവൾക്ക് അവനെ വേണ്ടെങ്കിൽ വീട്ടിൽ വന്നിരിക്കണം, ഒരു പ്രശ്നവും ഇല്ലല്ലോടാ. എന്തിനടാ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന കൊച്ചലവലാതി? മിണ്ടേടാ, വോട്ട് കേസില്ലേ അത് മുക്കണം, അതിന് പുതിയ സംഘടന കൊണ്ട് വന്നതാണ്. നടക്കൂലടാ, യേശുവില്ല, ഗൊത്തിയില്ല അന്ന് വെച്ചാ ഒത്തില്ല എന്ന്. ഈ പെൺകുട്ടിയുടെ മരണശേഷം 2-3 ദിവസം ഈ റനീസിന്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടായി. അവരെ ചോദ്യം ചെയ്തില്ല മാത്രമല്ല അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യവും പോലീസ് നൽകി. ഇന്ന് അവര് ഇത്തരം ശക്തികളുടെ സംരക്ഷണമാണ്. അവരെ ഇപ്പോൾ ഒളിവിൽ താമസിക്കുന്നത് PFI സംരക്ഷണമാണെന്നാണ് പറയാൻ കഴിയും. പോലീസ് അവരെ ലഭിക്കണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനോട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇത്രയും ഗുരുതരമായ അവസ്ഥകളിൽ സംസ്ഥാനം കടന്നുപോകുമ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് നിൽക്കുന്ന പിണറായി വിജയൻ. ഇതെന്ത് ഗുരുതരാവസ്ഥ? പെണ്ണിനെ കുത്തിക്കഴപ്പെടുത്ത് പെണ്ണ് സൂയിസൈഡ് ചെയ്തതിന് എന്ത് ഗുരുതരാവസ്ഥ ഇരിക്കുന്ന? അതിന്റെ അമ്മയ്ക്കും അച്ഛനും പോയി, അതിനത്ര ബോധമേ ഉള്ളൂ. പഠിച്ച പെൺപിള്ളേർ കണ്ടവനിക്കൊക്കെ വേണ്ടിയിട്ട് പോയി തൂങ്ങിച്ചത്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ഗുരുതരാവസ്ഥയാണ്? ഇവിടെ വേറെ ആരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, വേറെ ആർക്കാണ്ടാ വട്ടുള്ളത്? എങ്കിൽ പിന്നെ വീണേച്ചി ചൂങ്ങിച്ചാവണമല്ല. വീണേച്ചി അങ്ങനെ ചെയ്തില്ലല്ലോ, വീണേച്ചി അവിടെ ജീവിച്ചിരിക്കുകയല്ലേ. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഇല്ലയെന്നല്ലേ അർത്ഥം? നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്, അവരാരും തൂങ്ങിച്ചാവാൻ പോകുന്നില്ലല്ലോ. ഇത് അതൊന്നും അല്ലെന്ന് ഏത് പട്ടിച്ചാത്തനും അറിയാം. ആ പെങ്കൊച്ചിനെ കൊന്നത് നീയൊക്കെ ആണോന്നും എനിക്ക് സംശയമുണ്ട്. ഇതിന്റെ രാഷ്ട്രീയ ഈ സംവിധാനത്തിൽ തന്നെ രാഷ്ട്രീയ പരീക്ഷ നടത്തിയാണ്. ഇവരുടെ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനമാണ്. കാരണം ഇതിൽ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ മുന്നേ നിൽക്കുന്നത് ഇവരുടെ രാഷ്ട്രീയ ശക്തികളായ അല്ലെങ്കിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന തീവ്രവാദ ശക്തികളാണ്. ഇവിടെ പൊന്നാനിയിലും ഈ ജില്ലയിലുള്ള പൈങ്ങോട്ടൂരുമുള്ള മതപരിവർത്തന കേന്ദ്രങ്ങളെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാർ ഗൗരവമായി അന്വേഷിക്കേണ്ട ആളാണ്. ആദ്യം സത്യസരണി അടച്ചു കൂട്ടറ, അവിടെയും പരിവർത്തനമല്ലേ നടത്തുന്നത്, നീ അത് ആദ്യം അടച്ചു കൂട്ടും. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. കൊട്ടാരക്കരയിൽ കുട്ടിയുടെ പേര് പറയുന്നില്ല. കൊട്ടാരക്കരയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതെന്ത് പേര് പറയാത്ത? പേര് പറ, ഞാൻ മിണ്ടൂല. പേര് പറ. നീ എന്താണോ പേര്? അൽഫോൺസ് എന്നാണോ? സംഭവം ഉണ്ടായി. അത് പരാതി ലഭിച്ചിട്ട് എഫ്ഐആർ ഇട്ടു. ഈ നിമിഷം വരെയും പ്രതിയെ പിടിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ ആ എഫ്ഐആറിൽ കൊട്ടാരക്കരയിലുള്ള സെക്ഷൻ 296B 351 78 പോസ്കോ അവിടെയും ഒരു അംഗവൈകല്യമുള്ള പെൺകുട്ടിയെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തി ഇതിന് ശ്രമിച്ചിട്ടും പോലീസിന് ഇടാൻ വകുപ്പില്ല. അപ്പൊ കേരള നിയമസഭ ഈ വിഷയത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ വിഷയത്തിൽ നിയമനിർമ്മാണത്തിലൂടെ ഇവിടെ ഈ കേരളത്തിലെ പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുവാൻ വേണ്ട നടപടി ഇന്നിപ്പോ രാത്രിയായില്ല, നാളെ നേരം വിളിക്കട്ടെ കേട്ടാ ചെയ്യാം. ഈ അപ്പാപ്പൻ പറയുന്നത് കേട്ടോണ്ടിരുന്ന തലയ്ക്ക് വട്ടുപിടിക്കും. എനിവേ അത് നമുക്കത് അവിടെ വെക്കാം. ഓക്കെ, നമുക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം. ആക്ച്വലി ഈ അമ്മ പറഞ്ഞതിനെ പറ്റി നമുക്കൊരു വിഷയം എടുക്കാം. അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. അമ്മ നല്ല കരച്ചിലായിരുന്നു, അമ്മ നല്ല സങ്കടത്തിലായിരുന്നു. അപ്പം അമ്മ പറയുന്നതിലേക്ക് ഒന്ന് പോവാം. ഒരു എത്തി നോട്ടം പറ അമ്മ, നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടല്ലോ മകളെ പറ്റിയിട്ട്, കേൾക്കാം. എന്താണ് ഈ റമീസ് നിർബന്ധിച്ച് ഈ മതം മാറ്റണം എന്ന കാര്യം തന്നെയായിരുന്നു അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? മതം മാറണം തന്നെ പറഞ്ഞ് നിർബന്ധിച്ച് എന്റെ മോള് ടോർച്ചർ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത്. അവരുടെ വീട്ടിൽ അടച്ചിട്ടിട്ട് പൊന്നാനിക്കൂടെ ഒരു കാർ വിളിച്ചു ചേർത്ത്. ഇവന് വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോള് ഇറങ്ങിപ്പോടാ. സ്നേഹമല്ലോ, ഒത്തിരി കൊല്ലായി സ്നേഹമായിരുന്നു. അപ്പൊ അവള് മരിക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വേണം എന്റെ മോള് മരിക്കും. ഒത്തിരി കൊല്ലമായി സ്നേഹമായിരുന്നു ആണല്ലോ. അപ്പൊ അത്രയും വർഷം അവന് മതം മാറ്റണ്ടേ? അവന് മതം മാറ്റണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ഒത്തിരി കൊല്ലത്തിന്റെ ഇടയ്ക്ക് അവൻ എപ്പോഴെങ്കിലും മതം മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ പറഞ്ഞിട്ടില്ല. പൊന്നാനിയിലേക്ക് വണ്ടി പിടിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് മകൾക്ക് ഇഷ്ടപ്പെടാതെ വന്ന് മകളെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ, നിങ്ങളെ മകള് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. പക്ഷേ ഈ രാഷ്ട്രീയ ചതുരംഗത്തിലേക്ക് നിങ്ങളുടെ മകളുടെ ഈ മരണം വെച്ച് കളിക്കുന്നത്, ചൂതാടുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? എന്ത് ബോധമില്ലായ്മയാണ്, കഷ്ടം എന്നല്ലാതെ എന്താ പറയാ. എനിക്കറിയില്ല എന്റെ മോള് മരിക്കുന്നത്. എന്റെ മോ പറഞ്ഞു അമ്മ അവള് മരിക്കും പറഞ്ഞ അമ്മ അവള് ചായ പിടിക്കണ്ടിട്ടല്ലേ ഞാൻ ഇറങ്ങിപ്പോയത് ഇവിടുന്ന്. തലേ ദിവസം അവള് GTC പഠിപ്പിക്കാൻ പോയിരുന്നു. പഠിപ്പിക്കാൻ പോയിട്ട് വന്നിട്ട് കിടന്നുറങ്ങി. വെള്ളിയാഴ്ച വന്ന് കിടന്നുറങ്ങി. അപ്പൊ ശനിയാഴ്ച എനിക്ക് കുറച്ച് താമസിച്ചു. അവിടെ ഒരു മേശയുണ്ട്, ഞങ്ങൾക്ക് അവളവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട് ഞാൻ 10 മണിയായപ്പോൾ ഇറങ്ങിപ്പോയത്. എൻ്റെ മോള് ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ അവർ അത്രയ്ക്ക് നിർബന്ധിച്ച് എന്തൊക്കെയോ അടിക്കുകയോ എന്തൊക്കെയോ ചെയ്തതുകൊണ്ട് അവള് നല്ല മനഃശക്തിയുള്ള ആളായിരുന്നു. പക്ഷെ അവള് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, അമ്മേ ഞാൻ ജീവിച്ചിരുന്ന എനിക്ക് അവന് വേണമെന്ന് തോന്നും. അവള് നല്ല മനഃശക്തിയുള്ള ആളാണ്, ബോൾഡാണ്. കുട്ടി ബോൾഡ് എന്ന് തന്നെ അമ്മ തന്നെ പറയുന്ന സാക്ഷ്യമാണേ. പക്ഷെ അവള് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, അമ്മേ ഞാൻ ജീവിച്ചിരുന്ന എനിക്ക് അവന് വേണമെന്ന് തോന്നും. കേട്ടോ ജീവിച്ചിരുന്നു. ഞാൻ പറഞ്ഞു പോലെ അമ്മയുണ്ടല്ല അവരുടെ നമുക്ക് മനസ്സിലാവുള്ള മനസ്സിലാവും. കുറച്ച് ചിലർക്ക് ജീവൻ കൊടുത്തില്ല, അവരത് മനസ്സിലാക്കിയില്ലല്ലോ. എന്നോട് പോലീസുകാർ പറഞ്ഞു ഫോണിലിട്ട് തലേ ദിവസം കൂടി മരിക്കുന്ന മെസ്സേജ് എന്റെ മോളിൽ ഇട്ടിട്ടുണ്ട്.
അപ്പൊ അവൻ തിരിച്ച് മരിക്കടിക്ക് മെസ്സേജ് കിട്ടുന്നു. എന്നിട്ട് വന്നൊരു പോലീസുകാരെ എന്നെ വിളിച്ച് മാറ്റി നിർത്തി പറയാ, അപ്പൊ അവര് ദുഷ്ടരല്ലേ, ദുഷ്ടരല്ലേ എന്റെ കൊച്ചിനെ അത് മനസ്സിലാക്കാൻ പറ്റാതെ. ആ പോലീസുകാരനെയാണ് സത്യം പറഞ്ഞാൽ വിചാരണയ്ക്ക് എടുക്കേണ്ടത്. അയാളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുത്തിത്തിരിപ്പ് നടത്തിയിട്ടുള്ളത്. ആ പെൺകുട്ടി ഇങ്ങനെയൊരു ചിന്താധാരയിലേ ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല. പ്രണയിച്ചു പോയി, തീവ്രമായ പ്രണയം. അവൻ വേണ്ട എന്ന് പറയുന്നു. അവൻ നിർബന്ധം പിടിക്കുന്നത് മതം മാറ്റലാണെന്ന് പറയുന്നു. മതം മാറുന്നതിന് അവൾക്ക് പ്രശ്നം ഉണ്ടാവത്തില്ല. അവൾ ധിക്കരിച്ചിറങ്ങി പോവുകയും ചെയ്തേനെ. അത്രയും നാളത്തെ പ്രണയമല്ലേ. പക്ഷെ അവന് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ ബന്ധത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ പെണ്ണെ നിഷ്കരുണം വേണ്ട എന്ന് വെച്ചതാണ്. തേണ്ടി അവനാണ്. അതിനൊരു സമുദായത്തിന് പറയാൻ നിൽക്കരുത്. വളരെ മ്ലേച്ഛം, വളരെ മോശം. ഇതിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റരുത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. ഈ പറഞ്ഞവനെ മാതൃകാപരമായി ശിക്ഷിക്കണം. നല്ല പൊട്ടീരാണ് കൊടുക്കേണ്ടത്. ജമ്മത്തൊരു പെണ്ണിനെ കൊണ്ട് അവനെ കെട്ടിക്കാനും പാടില്ല. അവൻ ജമ്മത്തൊരു പെണ്ണിൻ്റെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കാനും പാടില്ല. അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അവൻ്റെ മുഖം കുറച്ചുകൂടെ റിവീലാക്കുക പബ്ലിക്കിലേക്ക്. അവനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരു കാരണവശാലും അവൻ ഇനിയൊരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കരുത്, വിശ്വസിക്കരുത്. ഇത്രയും വർഷം സ്നേഹിച്ച ഒരു പെണ്ണിനെ അവൻ ഒരു രീതിയിലും കെയർ ചെയ്യാതെ നിസ്സാര കാരണം പറഞ്ഞ് അവളെ തൂക്കി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെണ്ടിയെ വിശ്വസിച്ച് ഇനി ഒരു പെണ്ണും പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിന് മതത്തിനെ പറയരുത്. മതം ഇതിനകത്ത് ഇല്ല. എന്തിനാണ് ആൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോയിട്ട് അല്ല, എന്റെ മോളെ അത്രയ്ക്ക് ദ്രോഹിച്ചു. പണ്ടമാര് അവര് കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കൊണ്ട് ഉപദ്രവിച്ചിട്ട് ഇവിടെ കൊണ്ടേക്കി. അത് കഴിഞ്ഞിട്ട് അവൻ വിളിച്ചപ്പോൾ എന്റെ മോള് പറഞ്ഞു രമേശ് ഇങ്ങോട്ട് വാ, എന്റെ വീട്ടിൽ വന്നു ഞാൻ കല്യാണം കഴിക്കാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ഇവ പിന്നെ വ്യാഴാഴ്ച കൊച്ചാ മോള് തിരുത്തൽ വിളിക്കും. എന്താ അവൾക്ക് മാനസികം പോലെ ആയിന്ന് എനിക്ക് തോന്നുന്നു. ഇവരോട് സംസാരിക്കാതിരിക്കുമ്പോൾ ഒന്നും വിളിച്ച് എന്റെ മോളിനെ വിളിച്ചാൽ പോളൂ ഒരു വ്യാഴാഴ്ച. എന്നിട്ട് അവൻ എടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മതവും മാറണം, അവർ വീട്ടിൽ നിൽക്കണം. അപ്പൊ ഇവിടെ ആകെ കാരണം എപ്പോഴും പറഞ്ഞു ഇത് എന്താ ചോദിച്ചാൽ നീ പറയാൻ എപ്പോഴും മാറ്റിയിടാം. ഞാൻ സമാധാനത്തിലല്ലേ ജീവിക്കാൻ തന്നെ. നിന്റെ വീട്ടിൽ വന്ന് എനിക്കത് കിട്ടൂല, അവരൊക്കെ ചെയ്ത് നിനക്ക് അറിയാൻ കൊച്ചു പറഞ്ഞിട്ട് ഞാൻ മുറി ചെന്നു. അപ്പൊ സമാധാനത്തിനല്ലേ ഞാൻ ജീവിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ വീട്ടിൽ സമാധാനം ഇല്ല എന്നല്ലേ എൻ്റെ അർത്ഥം. ഈ വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ ആ പെങ്കൊച്ച് അങ്ങനെ ഒരു ചോയ്സ് പോകുമോ? അവൾക്ക് ഇവിടെയും സുരക്ഷിതത്വം ഇല്ല, അവിടെയും സുരക്ഷിതത്വം ഇല്ല. അവൾക്ക് ആ വീട്ടിൽ പോയി നിൽക്കാൻ വയ്യ. അവനെ കൊണ്ട് പൊതു ഇടത്തിലേക്ക് പോകണം. അതൊരു ഡീസൻറ്റ് ജെന്യുവൻ ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ആണ്. അവനത് വയ്യ. ആ ചെറുക്കനിക്ക് വീട്ടുകാരെ വിട്ടിട്ട് പുറത്തേക്ക് വയ്യ. അതാണ് നടന്നത്. മുമ്പ് പ്രശ്നം പറഞ്ഞാൽ ഇവര് സ്നേഹം കുടുംബത്തിന് അന്ന് ഇവിടെ ഞങ്ങളോട് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മതം മാറാൻ അവൾക്ക് താല്പര്യം, അവളെ കല്യാണം കഴിക്കുന്ന കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞു. അപ്പൊ മതം മാറാൻ ഈ വീട്ടുകാർക്ക് കംപ്ലൈന്റ് ഇല്ല, ഈ വീട്ടുകാർക്ക് പ്രശ്നമില്ല. ഇത് പറയുന്നത് അമ്മയാണേ. മതം മാറാൻ ഈ വീട്ടുകാർക്ക് കുഴപ്പമില്ല. അവൻ ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അവൻ വന്ന് സംസാരിക്കുമ്പോൾ ഇവർ കണ്ടില്ലേ അവൻ മുസ്ലിമാണെന്ന്? ഇവർക്ക് അറിയത്തില്ലായിരുന്നു അവൻ മുസ്ലിമാണെന്ന്. മുസ്ലിങ്ങൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മതം മാറ്റുമെന്ന് അറിയത്തില്ലേ? അത് അവരുടെ രീതിയാണത്. അവരുടെ സമുദായത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ആ കുടുംബക്കാരുമായി ഇടപഴകി ജീവിക്കണേ മതം മാറിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെറുക്കൻ മാറി വരണം. ഞങ്ങൾക്ക് മതമില്ല എന്ന് പറയണം. അവൻ യുക്തിവാദി മറ്റോ ആണെങ്കിൽ ഓക്കെ. ഇത് യുക്തിവാദി ഒന്നുമല്ലല്ലോ, വിശ്വാസിയല്ലേ. ഒരു വിശ്വാസി വിവാഹം കഴിക്കണമെങ്കിൽ വിശ്വാസിയായേ പറ്റുള്ളൂ. അത് ന്യായമാണ്. അതിനകത്ത് ലവ് ജിഹാദ് എന്നൊരു തേങ്ങയൊന്നുമില്ല. നിനക്ക് വേണ്ടെങ്കിൽ പൊയ്ക്കോന്നല്ലേ അവൻ പറഞ്ഞത്? വേണ്ടെങ്കിൽ പൊയ്ക്കോന്ന് പറഞ്ഞെടുത്ത് പിന്നെന്തുവാ? മരിച്ചിട്ട് മെയ് ആകുമ്പോഴാണ് ഒരു വർഷം, അവൾക്ക് 3 മാസമായിട്ടുള്ളൂ. അപ്പൊ അവളെ പഠിപ്പ് തീരും. അപ്പൊ നമുക്ക് എന്നാ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവരവിടെ നിന്ന് മോളി ഫോണല്ലേ, ഫോൺ വഴിയാണ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഉമ്മയും വാപ്പയും അവരുടെ ബന്ധുക്കളും എല്ലാം മോളെ. അവർക്ക് ഒരു 2 കൂട്ടുകാരുണ്ട് സാഗത്ത് എന്ന് പറഞ്ഞ്. അതെന്റെ മോള് പറയാൻ ഞാൻ കേട്ടാ എനിക്ക് എന്തെങ്കിലും പറ്റിയ സാഗത മനസ്സിലെ നിനക്കൊക്കെയാണ് കുറ്റം വരുള്ളൂ റമീസ്, നീ അത് പ്രത്യേകം സൂക്ഷിച്ചു വെച്ചോ. അവരും എന്നെ ഉപദ്രവിക്കാൻ കൂടിയാ ഞായറാഴ്ച എന്തൊക്കെയോ അവള് എന്നിട്ട് അവള് അവസാനം അവൾ മടുത്തിട്ട് പറഞ്ഞു എടാ എന്നെ വീട്ടിൽ കൊണ്ടേക്ക് പറഞ്ഞിട്ടാണ് ഞായറാഴ്ച അവളോട് തിരിച്ചു വന്നത്. അങ്ങനെയാണ് എന്റെ മോള് പറയുന്നത്. എന്റെ മോളെ പോലെ ഇനി ഒരു പോകും ഒരാമത്ത് വരരുത്. പക്ഷെ ഇതിങ്ങനെ നിരന്തരം പക്ഷെ നമ്മൾ വാർത്തകൾ കൊടുക്കുന്നത് എല്ലാ മക്കളും മരിച്ചു പോലെ, എല്ലാവരും മക്കൾ മരിച്ചു പോലെ. എന്ത് നീതി കിട്ടും, എന്ത് നിങ്ങൾ പറയട്ടെ, എന്ത് കിട്ടുന്നുണ്ട് ഈ മകളോട് സ്റ്റേഷൻ വന്നിരിക്കണ സുഖമായിരിക്കണം. അവരെ ഇപ്പൊ എന്റെ കയ്യില് ആരെങ്കിലും അവരെ ഒരു കുന്തവും ചെയ്യാൻ ഒക്കത്തില്ല. അത് അമ്മ മനസ്സിലാക്കുക. അമ്മയെ പോലുള്ള ഒരുപാട് അമ്മമാരുണ്ട്. അവർ മനസ്സിലാക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സേഫാക്കി വെക്കുക. ഇത്തരം ബന്ധങ്ങളിൽ കുട്ടികൾ പോയി ചാടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൺകുട്ടികൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടം മുഴുക്ക പെൺകുട്ടികൾക്കാണ് വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് മക്കൾക്ക് ആ ബോധം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ അവന്മാരെ പിടിച്ച് ജയിലിൽ ഇട്ടാൽ നിങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടുമോ? നിങ്ങളിപ്പോൾ ഈ രാഷ്ട്രീയ ഈ സാഹചര്യത്തിന് ഇത് വഴി തുറന്ന് വെച്ചു കൊടുത്തിട്ട് നിങ്ങളും ഇത് അതുപോലെ ഈ ചെറുക്കൻ പറയുന്നതും സെയിം സ്റ്റോറിയാണ്. ഇവരുടെ ഈ സ്ത്രീയുടെ മകനും പറയുന്നുണ്ട്. ഇത് തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ്. ഞാനത് റിപ്പീറ്റഡ്ലി ഇവിടെ ഇടുന്നില്ല. പക്ഷേ കൃത്യമായി ആ പെണ്ണും പറയുന്നുണ്ട് അവന് ചെറിയ കുഴപ്പമുണ്ടോ, അവൻ കഞ്ചാവ് അടിക്കുന്നവനാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവൾ അനുസരിക്കാൻ തയ്യാറല്ല. അതൊരു തരം ഡിവൈൻ ലവ് ആയിപ്പോയി, ഓൺ സൈഡഡ് ആയിപ്പോയി. അത്രയേ ഉള്ളൂ. പെൺകുട്ടികളുടെ അടുത്ത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കത്തില്ല. മുമ്പത്തെ സാഹചര്യം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ സിനിമയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മളെ റേപ്പ് ചെയ്താൽ ഒന്നീ പെണ്ണ് ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവനെ തന്നെ കല്യാണം കഴിക്കും. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു സാമൂഹിക വ്യവസ്ഥയായിരുന്നത്. ഇന്നതൊന്നും അല്ല.
ഇന്ന് ഞാൻ പറയാം ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇച്ചിരി പോലും ഡെറ്റോൾ ഇടുക, കുളിച്ചിട്ട് ഇങ്ങോട്ട് വരിക എന്ന് പറയും. അതാണ് സിസ്റ്റം. ഇപ്പോൾ നിങ്ങൾക്കില്ലാത്ത കന്യകത്വമൊന്നും ഇപ്പുറത്തൊന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ തന്നെയാണ് നമ്മളെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ വേണം. ഒന്ന് കുളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി സച്ചിൻ കേസ് ഒരു അബദ്ധം പറ്റിയാൽ എത്രയോ പേര് 2 മാരേജ് കഴിഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരൊന്നും മനുഷ്യരല്ലയോ? അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരാൾ ഒരു കൺസെപ്റ്റ്, പതിവ്രത, പാതിവൃത്യം, ഇമാതിരിയൊക്കെ പറഞ്ഞ് പിള്ളേരെ തലയിൽ ഇല്ലാത്ത സാധനം ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുമ്പോഴാണ് അവർക്ക് മറ്റൊരു കൺസേൺ വരാത്തത്. ഇത് പോയാൽ ഇവൾ പോയാൽ ഇവളെ കുഞ്ഞമ്മ എന്നൊരു ടൈമിൽ അവന്മാരുണ്ടെങ്കിൽ നീ പോയാൽ നിന്റെ കുഞ്ഞച്ചൻ എന്ന ടൈമിൽ നമ്മളും ഉണ്ടാവണം. അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന വൈകിക്കുന്നതിൻ്റെ പ്രശ്നമാണിത്. അവൻ്റെ തരം, അവൻ്റെ പണം, അവൻ്റെ ബാക്കിയുള്ള ഇത് ഒന്നുമല്ല നോക്കേണ്ടത്. നിങ്ങളുടെ മകളോട് അവന് റെസ്പെക്റ്റ് ഉണ്ടോ എന്നാണ് നോക്കണം. റെസ്പെക്റ്റ് ഇൻഡീഡ്, അത് മസ്റ്റാണ്. ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത് റെസ്പെക്റ്റ് ആണ്. ആ റെസ്പെക്റ്റ് ഇല്ല അവന്. അതുകൊണ്ടാണ് ആ നിസ്സാരമായിട്ട് കൊണ്ട് കളയുന്നത്. എടാ പോടാ പുല്ലെന്ന് പറഞ്ഞു നോക്കിയാണ് ഒരു പിണ്ണാക്ക് നടക്കാൻ പോകുന്നത്. നീ പോയാൽ നിന്റെ അപ്പൻ വരുമെന്നുള്ള രീതിയിൽ സംസാരിച്ച് നോക്കിയിരുന്ന ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. ഇതിന് ഷോൺ ഇറങ്ങിയിരിക്കുകയാണ്. ഷോൺ എന്തെങ്കിലും ബോധമുണ്ടാ? എടാ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇന്റർകാസ്റ്റ് മാരേജ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ അതിന് പ്രത്യേകതരം സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്. വിവാഹം കഴിക്കാതെ, അത് മാത്രമല്ല നിന്റെ ഈ ബ്ലഡി സർക്കാരാണ്, ഈ വൃത്തികെട്ട സർക്കാരാണ് ഇവിടെ ഒരു ആക്ഷൻ കൊണ്ടുവന്നത്. എന്താണ്? ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം അവിഹിത ബന്ധം ഓക്കെയെന്ന്. മുമ്പ് ഇത് അവിഹിത ബന്ധം പറ്റൂലായിരുന്നു ഈ നാട്ടിൽ. അവിഹിത ബന്ധം എന്ന ഐഗമിയാണ് പ്രശ്നം. അത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഈ സർക്കാർ 2014 ശേഷം വന്ന നിയമമാണ് ബൈഗമി ഓക്കെയാണ്. ബൈഗമി മീൻസ് അവിഹിതം ഓക്കെയാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരം 2 ആണുങ്ങൾക്ക് പ്രായപൂർത്തിയായവർക്ക് ആരുടെയും ജീവിക്കുക, ഒരു കുഴപ്പമൊന്നുമില്ല, ഭാര്യയുടെ സമ്മതമൊന്നും വേണ്ട. ഈ ടേം ഉണ്ടാക്കി കൊണ്ടുവന്നു. പക്ഷെ അത് മറ്റൊരു ഇതിൽ ഓക്കെയാണ്. കാരണം ചില ഭാര്യമാരുണ്ട് വിടൂല, ഭർത്താവിനെ ജീവിക്കാൻ വിടത്തില്ല, അവളും കൂടെ പോയി താമസിക്കത്തില്ല, എന്നാൽ അവനെ ജീവിക്കാനും വിടത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ആ നിയമം പാസ്സാക്കിയത് അതുകൊണ്ട് കൊള്ളാം. അല്ലാത്ത പക്ഷം അത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ഈ പറയുന്ന വൃത്തികെട്ട ഗവൺമെൻറ്റാണ്. എന്നിട്ട് അതിൻ്റെ ഒരു വക്താവായിട്ട് ഇരുന്നു കൊണ്ട് അവൻ ഒരു വർത്തമാനം പറയുന്നതാണ്. ആദ്യം നീ മാറ്റി, നീ അൽഫോൺസയ്ക്ക് പാർവതി എന്ന പേരിട, പാർവതി എന്ന പേരിട്ടിട്ടാണ് പബ്ലിക്കിൽ കൊണ്ടുവന്ന് കാണിക്കുക. എന്നിട്ട് പറ, നീ വലിയ മൂച്ചും മൂക്കട്ടയും പറഞ്ഞുകൊണ്ട് വരരുതല്ലേ. ഇതാണ് ഞാൻ ഇസ്ലാം കമ്മ്യൂണിറ്റിയോട് പറയുന്നത്. സംഘടിച്ച് ശക്തരാവുക എന്നുള്ളതാണ്. ഇനി ഇത്തരം വായ്ത്തോരണി പറയുന്നവരെ ഒണ്ണാക്കി കയറി പൊട്ടിക്കുകയാണ് വേണ്ടത്. അടിച്ച് പൊട്ടിച്ചു കൊടുക്കണം ഈ വൃത്തിയോട് പറയുന്നവനെ. എന്തിനാണ് നമ്മളിത് കേൾക്കുന്നത്? എന്തിനാണ് ഈ സംസാരം നമ്മൾ കേൾക്കുന്നതെന്ന്? അവിടെ നടന്നത് കൃത്യമാണ്. ഇത് അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവരെങ്കിലും എടുത്തു വെച്ച് ഇത് ഈ കൃത്യമായ കാര്യം പുറത്തേക്ക് എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പെൺകുട്ടി മുഴുക്ക അഡിക്റ്റഡ് ആയിരുന്നു ആ ചെറുക്കനിക്ക്. അവളെ വേണ്ട എന്നുള്ള ഒരു ടൈമിലാണ് അവന് ഈ ഇല്ലാത്ത കുത്തിത്തിരിപ്പ് പറഞ്ഞത്. അവനെ പണിഷ് ചെയ്യാനും അവൻ്റെ കൂടെയുള്ളവൻ്റെ സഹപാഠികളോ കൊണ്ട് അവളെ അടിച്ചു. അവരെ 2 പേരെയും പണിഷ് ചെയ്യാൻ, അവനെയും പണിഷ് ചെയ്യാൻ, അവനെ തോപ്പിക്കാൻ പെണ്ണുകറി ചെയ്ത വേലയാണ് ഇത്. സ്ഥിരമായിട്ട് പെൺപിള്ളേർ കാണിക്കുന്നത് മണ്ടത്തികളെ, പൊട്ടത്തികളെ, നീയൊക്കെ ചത്താ നിന്റെയൊക്കെ വീട്ടുകാർക്ക് പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ അവനെയൊക്കെ പണിഷ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ജയിലിൽ കിടക്കും, ഒരാഴ്ചയാ, മാക്സിമം 2 വീക്സ് ജയിലിൽ കിടക്കും, അവൻ ജാമ്യത്തിൽ ഇറങ്ങും. ആ കേസ് അവിടെ ഒരു വയസ്സത്തൂടെ നടക്കും. അതിനാണ് ഇവിടെ വക്കീലന്മാരുള്ളത്. അവന്മാർ നടത്തിക്കൊണ്ടുപോകും. കേസെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കരുത്. ഒന്നുമല്ല. നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു കിട്ടത്തില്ല. നമ്മളായിട്ട് നമുക്ക് കിട്ടിയ ജീവിതം നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പെൺകുട്ടികൾക്ക് എന്ന് വെളിവും വെള്ളിയാഴ്ച വരുമെന്ന് അറിയത്തില്ല. ഈ വിഷയത്തിൽ കോതമംഗലം ഇഷ്യൂവിൽ ഒരു ലവ് ജിഹാദുമില്ല, ഒരു വാഴയുമില്ല. അങ്ങനെ ഒരു നരേഷൻ കൊണ്ടുവന്നിട്ട് വൃത്തികെട്ട രീതിയിൽ ഇതിനെ മാറ്റിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന ഈ വൃത്തികെട്ടവന്മാർക്ക് നല്ല നെറ്റിയടിയാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാനുള്ള ആർജവം ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും PFI കുഴപ്പം, മറ്റത് കുഴപ്പം, മറിച്ചത് കുഴപ്പം, ഇസ്ലാമിനില്ലാത്ത കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിനക്ക് എന്താണ്? തെരഞ്ഞെടുപ്പിൽ നടന്ന ഈ കള്ള കുത്തിത്തിരിപ്പ് വോട്ട് കേസിനെ പറ്റി ആരും മിണ്ടരുത്. അതല്ലേ ഐഡിയ? നടക്കത്തില്ലടാ. അതിവിടെ ഇങ്ങനെ അലയടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താ? ഈവൻ കള്ള വോട്ടിട്ടല്ലേ തൃശ്ശൂർ ജയിച്ചത്? നിന്റെ അഭിപ്രായം എന്തുവാടാ? അതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താ? അതെന്താ നിന്റെ അണ്ണാക്കി പിരിവെട്ടിയോ? നിനക്കത് സംസാരിക്കാൻ താല്പര്യമില്ലേ? ഇവനെയൊക്കെ വെച്ച് വീഡിയോ ചെയ്താൽ നമുക്ക് ഉള്ള കൾച്ചറും കൂടെ പോയി പോകും. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അതെങ്ങനെ? പൂഞ്ഞാറ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം ഛർദ്ദിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. ഈ 2 വൃത്തികെട്ട ജന്മങ്ങളെ ഓർത്തിട്ടാണ്. സ്വന്തം വീട്ടിൽ ചെയ്തിരിക്കുന്ന വൃത്തികെട്ടിനെ പറ്റി അവനിക്ക് മിണ്ടാൻ സമയമില്ല. ലവ് ജിഹാദ് അല്ല, ലവ് ജിഹാദ് നിന്റെ വീട്ടിലാണുള്ളത്. നിന്റെ വീട്ടിലൊരു പെണ്ണ് അതിന് തെളിവായിട്ട് അവിടെ ഇരിപ്പുണ്ട്. നീ ആദ്യം അതിനൊരു തീരുമാനം ഉണ്ടാക്കും. എന്നിട്ട് നീ നാട്ടുകാരെ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി വെച്ചാൽ മതി. പോലീസ് ഉണ്ടാക്കി, ഏതോ ഒരു പോലീസുകാരൻ വന്ന് ഈ അമ്മയുടെ തലയിൽ സ്ക്രൂ വെച്ച് കൊടുത്തു. അവളെ നല്ലപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവർ ജാതി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് തുടങ്ങി സർവത്ര കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇവള് വന്ന് ഞായറാഴ്ച വന്നപ്പം ഈ കുട്ടിയുടെ അടുത്ത് ഇവൾ സംസാരിച്ചില്ലേ? ഇവർക്ക് സംസാരിക്കാൻ പാടില്ലായിരുന്നോ? എന്താണ് നടന്ന മോളെ, എന്താ പ്രശ്നം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമായിരുന്നോ? ഇതൊന്നും സംസാരിക്കാതെ ആ പെൺകുട്ടിയെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് ഇന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. സങ്കടമുണ്ട്, ശരിയാണ്. ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോകുന്നത് താങ്ങാനേ പറ്റത്തില്ല. ആ കാര്യത്തിൽ എനിക്ക് ഒരു മാറ്റവും ഇല്ല. ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആ വിഷമം നമുക്ക് ഷെയർ പോലും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ സത്യമാണ്.
പക്ഷേ ഈ ഒരു വൃത്തികേടിന് നിങ്ങളുടെ മകളെ ഉപയോഗിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മകളെ ഉപയോഗിക്കരുത്. വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം തൊട്ടിത്തരങ്ങളും കൊണ്ട് ഇങ്ങോട്ട് തള്ളലേ ഷോണേ. ഇതൊക്കെ നീ മടക്കി കോത്താത്ത് വെച്ചാൽ മതി. നീയൊക്കെ കുറേ നാൾ പിന്നെ മറ്റേ ഇതും കൊണ്ട് നടന്നു, വക്കഫ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. ഒരു വാഴയും കേരളത്തിൽ നടക്കാൻ പോകില്ല. ഇവിടെ ആര് ഭരിക്കണമെന്നുള്ളത് ഈ 26% തീരുമാനിക്കുന്നുണ്ട്. ഷോണേ ഷോട്ടെ.